ചമ്മന്തി ഉണ്ടാക്കണം. വറുത്ത് പൊടിച്ച ചമ്മന്തി. 150 ചുവന്നുള്ളി. എത്ര തേങ്ങ എടുത്തമ്മ? 8 ഇപ്പം 6 തേങ്ങ ഉണ്ടത്. 6 തേങ്ങ തിരുമിയത്. 150 ചുവന്നുള്ളി പൊളിച്ച് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്ത് പിന്നെ വെളുത്തുള്ളി 50, കുരുമുളക് 1 പിടി കഴുകി വൃത്തിയാക്കി ശുദ്ധം ചെയ്ത് ഇട്ട്, പിന്നെ ഉപ്പ് 1.5 സ്പൂൺ ഇട്ട്, 1.5 വലിയ സ്പൂൺ, 1.5 സ്പൂണ്. പിന്നെ ഇഞ്ചി 50 ഗ്രാം കൊത്തിയരിഞ്ഞ് ചെറുതാക്കി കൊത്തിയരിഞ്ഞ്. കറിവേപ്പില ഇടണം. പിന്നെ 2 വലിയ സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ഉലുവ 3 നുള്ളല്ല 3 വിരൽ കൊണ്ട് നുള്ളി ഇടുന്നത് കുറച്ച്. പിന്നെ പുളി 25 ഗ്രാം. അത് ഇട്ടിട്ടില്ല, ഇങ്ങനെ ഇച്ചി റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഒരുപോലെ മൂപ്പ് വരാൻ. കായമുണ്ട്. കായം നല്ല ഇച്ചിരിയേറെ ഇടണം. മുളക് പൊടിക്ക് ഇതിന് അനുസരിച്ച് മുളക് പൊടി ചേർക്കുക, മല്ലിപ്പൊടി ചേർക്കുക, ഉപ്പ് ചേർക്കുക, പിന്നെ കരിയാപ്പല ചേർക്കുക. മല്ലിപ്പൊടിയും ചേർക്കും ഇതിനകത്ത്. മല്ലിപ്പൊടിയും ചേർക്കും. വറുത്ത് എടുത്ത് വാങ്ങി വെച്ച് ചുമക്കപ്പരുവം ആകുന്നുണ്ടെ കൃത്യമായിട്ട് ഒത്തിരി കരിയാൻ പാടില്ല. ചുമക്കപ്പരുവാക്കി ഇറക്കി വെച്ച് മുളക് പൊടി മല്ലിപ്പൊടി മുളക് മുറിച്ചിടുവാണെങ്കിൽ പിന്നെ വേണ്ട, ഇത് ഇറക്കി വെച്ചിട്ട് മുളക് പൊടി മല്ലിപ്പൊടി ഇടാവും. എന്നിട്ട് ഒന്ന് ചൂടിൽ ഇറക്കി വെച്ചിട്ട് മുളക് പൊടി മല്ലിപ്പൊടി ഇട്ടാൽ മതി. അതിനുള്ള പച്ചമുളക് ഇടുന്നെങ്കിൽ ആദ്യമേ ഇടണം. ഇതിന്റെ കൂടിടണം. മുഴുവനുള്ള മല്ലിയാണെങ്കിൽ അതും ഇതിന്റെ കൂടെ ഇട്ട് വറുക്കണം. കായം, കുരുമുളക്, ഉലുവ, പിന്നെ ജീരകമൊന്നും ചേർക്കല്ലേ. പിന്നെ ഉപ്പ്, പിന്നെ പുളി, കറിവേപ്പില, തേങ്ങ ഇത്രയും സമം ചേർത്ത് ഇളക്കിയെടുത്ത് അത് തണുക്കുമ്പോൾ അധികം തണുക്കാതെ ഒരു മീഡിയം ചൂടിൽ വറുത്ത് പൊടിച്ച് റെഡിയാക്കി എടുക്കുക. പിന്നെ അടുത്തതെന്ന് പറയുന്നത് പകുതി. അമ്മ നേരത്തെ പരിപ്പൊക്കെ ഇടുമായിരുന്നല്ലോ. പരിപ്പും പിന്നെ നേരത്തെ ഒന്നും ഉണ്ടാക്കിയത് നമ്മൾ തൊമര എന്തൊക്കെ ഇട്ട് അത് ഇട്ടിട്ടുണ്ടോ? ഇല്ല. പരിപ്പ് ഇട്ടോ? ചെറുപയർ ഇല്ലല്ലോ. ഉണ്ട്, ഇരിപ്പുണ്ടോ? തൊമര ഉണ്ട്. അത് രണ്ടും കൂടെ വേണമെങ്കിൽ ഇട്ടാ മതി അല്ലേ? അത് ടേസ്റ്റിന്. ടേസ്റ്റ് അതില്ലെങ്കിലും കുഴപ്പമില്ല. ഇല്ലെങ്കിലും കുഴപ്പമില്ല. ടേസ്റ്റ് നിങ്ങൾക്ക് ഇതിന് തിന്നുമ്പോൾ ടേസ്റ്റ് കൂടണമെങ്കിൽ ഇത് പൊടിഞ്ഞങ്ങ് ചേരുക ഇതിൻ്റെ കൂടെ. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. അതെത്ര ടീസ്പൂണോ? കുറച്ച്. അത് ഇപ്പം 6 തേങ്ങയ്ക്ക് ഇത്രയും 6 തേങ്ങയ്ക്ക് ഇത്രയും വരുമ്പം ഇത്രയും ചെറുപയർ ഒരു കൈ വേണ്ട. പിന്നെ തൊമര അത്ര അതിൻ്റെ പകുതി ഇത്രയും ഇട്ട് മൊത്തത്തിൽ വറക്കണം. സമൂല ഇളക്കിയിട്ട് വറുത്തെടുക്കുക. ഉപ്പ് 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അത് എപ്പോഴാണ് ഇടണ്ടേ? അത് ഇതിൻ്റെ കൂടെ തന്നെ. അപ്പം നമ്മൾ വെച്ചിരിക്കുമ്പം ഇതിന് കനവും പൂപ്പും വരാതിരിക്കണം. സമൂല ഉപ്പ് പകുതിയെ വറക്കുന്നുള്ളതെന്ന് പറഞ്ഞാൽ അപ്പം ഇത്രയും 6 തേങ്ങയുടെ സംവിധാനമായത്. ഇത് വറുത്തെടുത്തിട്ട് ഉണക്കത്തിന് വറുത്ത് പൊടിച്ചൊരു സെറ്റ് അങ്ങനെ ആക്കും. അതാണ് ഇന്നത്തെ എൻ്റെ പരിപാടി. മനസ്സിലായോ? രണ്ടായിട്ട് അങ്ങ് ആക്കുവോ? കുറച്ച് നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്തു. സാധാരണ ചമ്മന്തിപ്പൊടി കുറച്ച് ഉണക്കക്കൊഞ്ച് കൊണ്ടുള്ള. ഉണക്കക്കൊഞ്ച് ഇല്ലാതെ മാറ്റി വെക്കുന്ന നിങ്ങൾക്ക് വെച്ചേക്കാം. മറ്റേ എടുത്ത് തീർക്കാം. ഉണക്കക്കൊഞ്ച് വറുത്തിട്ട് പിന്നെ ക്ലിയർ ആയേ? ശരി.
നമ്മളിതിന് ചമ്മന്തിക്ക് 6 തേങ്ങയായിരുന്നു എടുത്തത്. അതിൻ്റെ പകുതി തേങ്ങ നമ്മൾ സാധാരണ ചമ്മന്തി പൊടിക്കും, ബാക്കി 3 തേങ്ങയുടെ 3 ചെറിയ തേങ്ങ ഈ ഉണക്കക്കൊഞ്ച് ചമ്മന്തി പൊടിക്കുക മാറ്റി വെച്ചേക്കുന്നത്. പിന്നെ ഇതിപ്പം ഉണക്കക്കൊഞ്ച് ചമ്മന്തിപ്പൊടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഉണക്കക്കൊഞ്ച് നല്ലപോലെ കഴുകിയതിന് ശേഷം ഈ തേങ്ങയുടെ കൂട്ടിനകത്തോട്ടിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ സെപ്പറേറ്റ് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഇതിനകത്ത് അമ്മ ഇത് തേങ്ങയുടെ കൂട്ടിൽ തന്നെ ഇട്ട് നല്ലപോലെ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നല്ലപോലെ വറുത്തെടുക്കുക. അപ്പോൾ ഇതിനകത്ത് മറ്റേ ചമ്മന്തി പൊടിക്കകത്ത് ചേർക്കുന്ന പോലെ കായം ചേർക്കത്തില്ല, ഉണക്കക്കൊഞ്ചായതുകൊണ്ട്. പക്ഷെ പുളി അതെല്ലാം ബാക്കി എല്ലാ ചേരുവകളും ഇതിന് ചേർക്കും.